ഹലോ അസ്സാം വലൈക്കും. ഇന്ന് എന്താ ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ മറന്നു പോയിട്ടോ മറ്റേ വീഡിയോയിൽ ഇടാൻ. ഇത് ഷിനുവിൻ്റെ നിക്കാഹ് ഇടേൻ്റെ തലേദിവസമാണ്. റിനുമോളാണ് കേട്ടോ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്. നിക്കാഹൊക്കെ കഴിഞ്ഞ് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു. പക്ഷേ ഈ ഒരു എന്താ പറയുക ചിത്രം എന്താ പറയുക കൊടുക്കാൻ മറന്നു, ഇടാൻ മറന്നു. പിന്നെ ഇന്ന് എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ. എന്താണെന്ന് വെച്ചാൽ മനു പടക്കം വാങ്ങിക്കുക കേട്ടോ. മനു പടക്കം വാങ്ങിയത് പൊട്ടിക്കേണ്ട ത്രില്ലിലാണ് എല്ലാവരും. ഇപ്പം ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട് ഇവിടെ പടക്കം പൊട്ടിക്കണ്ടാന്നിട്ട്. പക്ഷേ ആര് കേൾക്കാനാ? ആഷിമോനൊക്കെ അങ്ങനെ ഒരു പടക്കത്തിൻ്റെ ഒരു സെറ്റ് അങ്ങനെ എടുത്തിട്ടുണ്ട്. എല്ലാ കുട്ടികളും ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ പൊട്ടിക്കൽ തുടങ്ങി. ഷാനൊക്കെ കയ്യിലിട്ട് പൊട്ടിച്ചിട്ടാണ് എറിയണത്. മനു അങ്ങോട്ടും കൂടെ ഓടി ഓരോ മതിലുമ്പോൾ ഓരോന്ന് വെച്ചിട്ട് തിരി കൊടുത്തിട്ട് മനു ഓടുന്നുണ്ട്. ഇത് പൊട്ടൽ കേട്ടിട്ട് ഇപ്പം ഞെട്ടുന്നുണ്ട്. അതാ ആഷിമോൻ പേടിച്ചു. പൂക്കുറ്റിയാണ്, കൈ പൊള്ളിയോന്നറിയില്ല. ആഷിമോൻ ഒന്ന് ബാക്കിലേക്ക് നിന്നിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പടക്കം പൊട്ടിക്കണു. ഇച്ചു കമ്പിത്തിരി മത്താപ്പും ഒക്കെ പൊട്ടിക്കുന്നുണ്ട്. അപ്പുറത്തെ നദിത്താത്തൻ്റെ വീട്ടിൽ നിന്ന് കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് അവരുടെ പേരക്കുട്ടി ഈസ. എന്തായാലും ശരി, എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ്. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. പടക്കത്തിൻ്റെ ശബ്ദം പടക്കം ഇങ്ങനെ പൊട്ടിക്കണം, അങ്ങോട്ട് മേത്തക്കൊക്കെ തെറിക്കണ ഒരു സൈസ് പടക്കം ഉണ്ടായിരുന്നു. പിന്നെ പൂക്കുറ്റി ഉണ്ട്. പൂക്കുറ്റിയൊക്കെ കണ്ടിട്ട് കുട്ടികൾ തുള്ളിച്ചാടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ മിച്ചു ആകാംക്ഷയോടെ നോക്കുന്നുണ്ട് നെൽച്ചക്രവും പൂക്കുറ്റിയൊക്കെ കത്തിക്കണത്. പക്ഷേ അങ്ങോട്ട് പോകാൻ അയക്കൂല, അമ്മ അയക്കൂല അങ്ങോട്ട് പോകാൻ. പിന്നെ പടക്കം പൊട്ടിക്കുമ്പോൾ മാത്രമാണ് ഇപ്പം ഇമ്മും ചീത്ത അറിയണത്. കാരണം പെട്ടെന്ന് പടക്കത്തിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കുമ്പോഴേ എല്ലാവരും ഞെട്ടുകയാണ്. ഭയങ്കര ഓലപ്പടക്കം, മാലപ്പടക്കം, എന്താ പറയുക, പൊട്ടിത്തെറിക്കണ പടക്കം, പൊട്ടിത്തെറിക്കാത്ത പടക്കം, മാനത്ത് പോയിട്ട് പൊട്ടണ പടക്കം, എന്തെല്ലാം പടക്കങ്ങളാണെന്നോ. എന്തായാലും ശരി, നെൽച്ചക്രവും പൂക്കുറ്റിയും മത്താപ്പും കമ്പിത്തിരിയും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. അടിപൊളിയാണ്. എന്തായാലും ശരി, ഇതിങ്ങനെ കാണുമ്പോഴേ കുട്ടിക്കാലം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞങ്ങൾ വിഷുവിനൊക്കെ അങ്ങനെ ഒന്നും പൈസ ഒന്നും ഉണ്ടാവില്ല, എന്നാലും പൈസ ഒരു കൂട്ടിയിട്ടൊക്കെ ഞങ്ങളിങ്ങനെ വാങ്ങി കത്തിക്കുമ്പോഴേ കത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ അത് നമുക്ക് കിട്ടണില്ലല്ലോ. ഇത് നെതിർത്താൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ. ഞങ്ങളുടെ അപ്പുറത്തെ നെയ്ബറാണ് നെതിർത്ത. അവരുടെ മോളുടെ കുട്ടിയാണ് ഈസ. ഓനിതൊക്കെ കണ്ടിട്ട് ആകാംക്ഷ അടക്കാനാവാതെ ഓരോ വീട്ടിൽ നിന്ന്, ഓരോ വീടാണ് ആ കാണുന്നത്. ഓരോ വീട്ടിൽ നിന്ന്, ഞങ്ങളുടെ വീട് ഇപ്പുറത്താണ്. ആ വീട്ടിൽ നിന്ന് ഈ മതിലിൻ്റെ മേലെ കൂടെ ചെറിയ കുഞ്ഞു മതിലാണ്. അപ്പോൾ ഈസനെ ഇങ്ങോട്ട് എടുത്തിക്കുകയാണ്. മനു ഇതാ ഞാൻ പറഞ്ഞത്, മാനത്ത് പോയി പൊട്ടണ പടക്കം എന്ന് പറഞ്ഞത് ഇതാണ്. കണ്ടല്ലോ. ഇനി ഇത് എങ്ങടെ പൊട്ടി വീഴാന്നറിയില്ല. എൻ്റെ വിഷയൊക്കെ അന്നവിട്ട് നോക്കണ്ടമ്മേ, എവിടേക്കാ അത് പെട്ടെന്ന് പൊട്ടിയിട്ട് വീഴുകയെന്നറിയില്ല. അങ്ങനെ ഒരു പടക്കം. എന്തൊക്കെ പടക്കമായി മനു വാങ്ങിക്കണത് മനുഷ്യനെ പേടിപ്പിക്കാൻ. ഒരുവിധം പൊട്ടിക്കഴിഞ്ഞു എന്ന് വിചാരിക്കും കേട്ടോ. ഇല്ലേ, ആഷിമോൻ അതാ പിന്നെ അത് ആഷിമോന് തിരി കൊടുക്കുന്നുണ്ട്. എൻ്റെ ക്യാമറ തലങ്ങും വിലങ്ങും പോണ്ട് പേടിച്ചിട്ടാണ് സംഭവം കേട്ടോ. ആഷിമോൻ ഇങ്ങോട്ട് തന്നെ ഓടി. കണ്ടോ ആ പടക്കം ഇവിടെ പോയി, മാനത്ത് പോയിട്ട് പൊട്ടുന്നതേ. ഞാൻ അങ്ങനത്തേക്ക് ഇപ്പോഴാണ് കാണുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഓലപ്പടക്കം ഉണ്ടായിരുന്നു. മറ്റേ ആ തോക്കിൽ പൊട്ടിക്കണ ഒരു പടക്കം ഉണ്ടല്ലോ ചുവന്നിട്ട്, അത് ഞങ്ങൾ കല്ലോണ്ട് കുത്തി പൊട്ടിക്കുക ചെറിയ കുട്ടിയാകുമ്പോൾ. ഇപ്പം അതൊന്നുമല്ല. ഇപ്പൊക്കെ എന്താ പടക്കമൊക്കെ, എല്ലാ പടക്കമൊക്കെ കുട്ടികൾ കയ്യിലിട്ട് പൊട്ടിക്കണു ഭയങ്കര ധൈര്യത്തിൽ. അങ്ങനത്തെ ഒരു കാലം. എന്തായാലും ശരി, എന്തായാലും രസം. എല്ലാവരും എൻജോയ് ചെയ്തു. അപ്പോൾ ഒരിക്കൽ കൂടി ടാറ്റ, ബൈ ബൈ, സി യു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അങ്ങനെ മിച്ചും കൂടെ കത്തിച്ച് കഴിഞ്ഞ് ഫിനിഷായി. ഓക്കെ.